ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ചക്ക വിശേഷം തീർന്നിട്ടില്ല കേട്ടോ. ഇന്ന് ചക്ക വെച്ചിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത്, ചക്ക ചില്ലി. അപ്പോൾ ചില്ലി ചിക്കൻ പോലെ ഒരു ചക്ക ചില്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. നിങ്ങൾ തന്നെ അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കി, എത്ര കിലുകിലാന്നായിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ അടിപൊളി ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ചക്ക ചില്ലി ഉണ്ടാക്കുന്നത് പച്ച ചക്ക വെച്ചിട്ടാണ്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചച്ചക്ക ഒരു 2 കപ്പോളം ഉണ്ടാകും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോറിന് പകരമായിട്ട് അരിപ്പൊടി ചേർത്താലും മതി. പിന്നെ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ മൈദാമാവാണ്. പിന്നെ നമുക്കിതിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. അതൊരു നല്ല മണത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും ചേർത്തു. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഉപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ മുട്ട കഴിക്കാത്തവരുണ്ടെങ്കിൽ മുട്ട ചേർക്കണ്ട, പകരം കുറച്ച് തൈരോ മറ്റോ ചേർത്താൽ മതി. അപ്പോൾ തൈര് ചേർക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ നാരങ്ങാനീര് ചേർക്കണ്ട. ഇതിപ്പോൾ ഞാനൊരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ചെയ്യുന്ന മസാലയുടെ ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് തിക്കായതുകൊണ്ട് ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുത്തു. ഒരുപാട് ലൂസായി പോകരുത്, കുറച്ച് തിക്കായിട്ടിരിക്കണം. ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഒരുപാട് നേരം വെച്ചേക്കരുത്, ചക്കയിൽ നിന്നും കൂടി വെള്ളം ഇറങ്ങിയിട്ട് അത് ലൂസായി പോകും. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്പൂണിന് കോരി ഇടുകയാണെങ്കിൽ കുറേശ്ശെ 1-2 എണ്ണമായിട്ട് കോരി ഇടാൻ ശ്രദ്ധിക്കണം. കൂട്ടത്തോടെ കോരി ഇടരുത്, അല്ലെങ്കിൽ കൈ കൊണ്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കൊടുത്താലും മതി. അപ്പം നല്ല ചൂടായ എണ്ണയിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചൂട് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചക്കയുടെ ഉൾവശം നമുക്ക് വെന്ത് കിട്ടത്തില്ല, അല്ലെങ്കിൽ നല്ലപോലെ മൂത്ത് കിട്ടത്തില്ല. അപ്പം പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പിയാകും, അകത്ത് പച്ചയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ സംഗതി ഉഷാറാവും. ആ ഒരു കറിവേപ്പിലയുടെയും കൂടി ഒരു മണം കിട്ടുമ്പോൾ അടിപൊളിയാകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തീ കുറച്ച് വെച്ചിട്ടേ കുക്ക് ചെയ്തെടുക്കാവുള്ളൂ. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം മാത്രമേ മുരിഞ്ഞിട്ടുള്ളൂ, ഉൾവശം നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടത്തില്ല. ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ നിറമാകുന്നത്, ഒരുപാട് ബ്രൗൺ ആകേണ്ട, ഈ ഒരു കളറായാൽ മതി. അതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചക്ക ചില്ലി പെട്ടെന്ന് കിട്ടത്തില്ല, ചില്ലി ചിക്കനെ പെട്ടെന്ന് വായി വരുള്ളൂ, അതുകൊണ്ടാണ് ഒന്ന് പിടിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചക്ക ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ചക്ക വറുക്കാൻ നമ്മൾ എടുക്കുമ്പോൾ എല്ലാ ടൈപ്പ് ചക്കയും നമുക്ക് വറുക്കാൻ പറ്റാറില്ല, കാരണം ചില ചക്കകൾ വറുത്താൽ ശരിയാവത്തില്ല. പക്ഷേ ഈ രീതിയിൽ ചക്ക ചില്ലി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ചക്ക വെച്ചിട്ട് വേണേലും ചക്ക ചില്ലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടിപൊളി സാധനമാണ്, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.